Hi. Hi, baby. Hi. Ready? How are you? I'm എന്തൊക്കെ good, റെഡി sir. വന്നല്ലോ പാറു. Oh, we are back. തുടങ്ങാം. Yes, കുറച്ചൊക്കെ ഓക്കെ ഇച്ചിരി കൂടെ ഉണ്ട് ഓക്കെ അപ്പൊ അടുത്തത് കുറച്ച് എപ്പിസോഡൊക്കെ ആകുമ്പോ ഞാൻ സെറ്റ് ആവും. സെറ്റേഷ്. ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം പെർഫോമൻസ് റൗണ്ടിലേക്ക് Yes, പോകാം. ഓക്കെ Yes. പാടാൻ വരുന്നു നമ്മളുടെ ദോശ അർജുൻ. മാമാവും പൊണ്ണക്കോട് ആമാ சொல்லிப்போடு மாமாவும் பொண்ணக்கோடு ஆமா சொல்லிப்போடு அட மாமாவும் பொண்ணக்கோடு ஆமா சொல்லிப்போடு இது சாமி போட்ட முடிச்சு அது தாண்டா முன்னு முடிச்சை இது சாமி போட்ட முடிச்சு அது தாண்டா மூணு முடிச்சு தாலி கட்டவும் மேளம் கொட்டவும் நேரம் வந்துடுச்சு ஊரு உலகம் சேர்ந்து எனக்கு மாலை தந்துடுச்சு அடமாமா உன் பொண்ணக்கோடு ஆமா உன் சொல்லித்தோடு ஊருக்குள்ள என்ன பத்து கேட்டுங்க நல்ல புள்ள உத்தமனா வாழ்ந்து வந்த தப்பு தாண்டா ஏதும் இல்ல அட மாப்பிளனா யோகி எந்தா நீங்க செஞ்ச பாக்கி அந்த மாப்பிளனா யோகி எந்தா நீங்க செஞ்ச பாக்கி அந்த யாருக்கும் தெரியாம நான் தாலிய கட்டவும் மாட்டேன் நியாயத்தை மறக்காம அட நானும் உன்கிட்ட கேட்டேன் என்னோட ஆசை உன் பொண்ணோட பேச ஏ மாமா நீ சொன்னா கேளு ஏய், ஆமா உன் பொண்ணக்கோடு அட ஆமா சொல்லி போடு இது சாமி போட்ட முடிச்சு அது தாண்டா முன்னு முடிச்சை இது சாமி போட்ட முடிச்சு அது தாண்டா மூணு முடிச்சு தாலி கட்டவும் மேளம் கொட்டவும் நேரம் வந்துடுச்சு ஊரு உலகம் சேர்ந்து எனக்கு மாலை தந்துடுச்சு சை சை பண்ணபுரம் போனதில்ல பஞ்சாலிய பார்த்ததில்ல ஆமா காஞ்சிபுரம் போனதில்ல காமாட்சிய கண்டதில்ல அட பட்டணம் தான் போனதில்ல பத்தினிய பார்த்ததில்ல பட்டணம் தான் போனதில்ல பத்தினிய பார்த்ததில்ல ஆயிரம் இருந்தாலும் உன் மகள போல வருமா மணக்குது தெருவெல்லாம் அட வாழ பூவு குருமா பொண்ணோட நானும் ஒன்னாக வேணும் ஏ மாமாவே என்ன வேணும் மாமோய் உன் பொண்ணக்கோடு அட ஆமா சொல்லி போடு இது சாமி போட்ட முடிச்சு அது தாண்டா முன்னு முடிச்சு இது சாமி போட்டு முடிச்சு அது தாண்டா மூணு முடிச்சு தாலி கட்டவும் மேளம் கொட்டவும் நேரம் வந்துடுச்சு ஊரு உலகம் சேர்ந்து எனக்கு மாலை தந்துடுச்சு சங்கு சக்கர 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 ஜெய் சங்கு சக்கர 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 ஜெய் Super, super. Wow. അർജു ഹേയ് ഏ പറയൂ ഇത്ര നേരം നീ തമിഴിനല്ലായിരുന്നാടാ ഹേയ്. ഹേയ് എന്നൊക്കെ
என்னடா சொல்லுங்க தம்பி சொல்லுங்க சொல்லுமா சொல்லுமா എന്നെ കണ്ടിട്ട് നിനക്ക് തമ്പി ആയിട്ടാണോ തോന്നുന്നത്? சொல்லுமா സൂപ്പറായിരുന്നടാ. நன்றி நன்றி ആ അച്ഛനെ നീ ഒരു വഴിക്കാക്കിയല്ലേ? അച്ഛൻ മാമൻ அவன் മാമൻ. எஸ் ശരിക്കും മാമന്റെ അടുത്തൊരു ചോദ്യം. ഈ മുണ്ടുരിഞ്ഞു പോയത് ശരിക്കും പോയതാണോ അതോ മുണ്ടുരിഞ്ഞ് കളയണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഫുള്ളായിട്ട് നടന്നില്ല, പകുതിയേ പോയുള്ളൂ. അങ്ങനെയായിരുന്നു. ഇപ്പൊ വേണമെങ്കിൽ അത് അഴിച്ചിട്ടിട്ട് നിന്നോ, കുഴപ്പമില്ല. കുഴപ്പമില്ല, സേഫ്റ്റി. അല്ല, ഈ മാമൻ എന്ന് പറയുമ്പം ആരാണ്? ആരാണ്? ஆர்டிஸ்டா ആ ശരിക്കും ശരിക്കും ഓ, artist ആണ്. അച്ഛനും മകളാണ്. ആർട്ടിസ്റ്റാണ്. എട്ടാ പേരൊക്കെ പറ. എന്റെ പേര് സന്തോഷ്. അടിപൊളി സന്തോഷേ. അടിപൊളി. എന്തോ ഇത് കഴിഞ്ഞപ്പോ സന്തോഷമുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷെ കിടിലായിരുന്നേ, എക്സ്പ്രഷൻസ് ഒക്കെ സൂപ്പർ. ഇനി ഇവ രണ്ടുപേരും നമ്മുടെ ആൾക്കാർ. ഈ പുള്ളിക്കാരി ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ആ, നിർത്തിയില്ല. അതന്നെ. ഒരു രക്ഷയില്ല. എന്തായിരുന്നു ഒരു ചെക്കനെ കിട്ടാൻ വേണ്ടിട്ട്? എന്താ എന്തൊക്കെ പെടാപ്പാട്. എക്സ്പ്രഷൻസ് പേരെന്തായിരുന്നു? ഗംഭീരായിരുന്നു. സ്മൃതി. സ്മൃതി. പേര് സ്മൃതി. ഒരു ജിണ്ടാന കേട്ടോ. അതെ, ഭയങ്കര expressions. സൂപ്പർ. കൊള്ളാം. ഉഗ്രനായിരുന്നു. അതെ. Thank you. പിന്നെ അത് ഒന്നും അറിയുന്നില്ലേ മോനെ? എന്നിട്ട് തലേന്ന് പുള്ളി അതിന്റെ ഇടയിൽ ഒന്ന് സാധനം കസേര എടുത്തോണ്ട് പോയി. അറിഞ്ഞില്ല. പക്ഷെ പേര്? എന്തായാലും സുഹൈൽ. സുഹേൽ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് നമ്മുടെ അർജുനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിൽ കേട്ടാ. താങ്ക് യു അർജു. எஸ் ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക. അർജുനെ സാർ അടിപൊളിയായിരുന്നടാ. താങ്ക് യു സാർ. SPB സർ എന്തൊരു എനർജിയിലാണ് ഇത് പാടി വെച്ചേക്കണേ അല്ലേ? Yes, yes, yes. ഒരു രക്ഷയില്ലാതെയാണ് പാടി വെച്ചേക്കണേ. ഫുൾ ഓപ്പൺ സിംഗിങ് തുടക്കം തൊട്ട് അവസാനം വരെ. പിന്നെ അർജുൻ നന്നായിട്ട് തന്നെ ചെയ്തടാ. നല്ല രസമുണ്ടായിരുന്നു. പെർഫോമൻസ് റൗണ്ട് അല്ലേ? ആ അപ്പൊ അതിന് വേണ്ട സംഭവങ്ങൾ കംപ്ലീറ്റ് അർജുൻ ഇട്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. താങ്ക് യു സാർ. ഞാൻ നോക്കുമ്പോഴേ ഇദ്ദേഹം ഒരു പോലീസ് വേഷം ഇടാൻ വേണ്ടി പോയല്ലോ. അപ്പൊ അർജുൻ അവിടുന്ന് ചരണം പാടുന്നുണ്ട്. പാവ സ്മൃതി അവിടെ ഇങ്ങനെ ഉള്ള എല്ലാ എക്സ്പ്രഷൻസും ഇട്ടിട്ട് ഇവന്റെ മുമ്പിൽ കൂടെ ഡാൻസ് ചെയ്യുന്നു. അളിയന് യാതൊരു മൈൻഡും ഇല്ല. പൊണ്ണക്കോട് എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പൊണ്ണ് സൈഡിൽ വന്ന് ഡാൻസ് ചെയ്യുമ്പോഴും എന്നടാ എന്നടാ ഇന്നിയർ ആ ഇന്നർ പെട്ടെന്ന് ഊരിപ്പോയി. കോൺഷ്യസ് ആയി. മീൻസ് അത് ഊരിപ്പോയി ഫുള്ള്. ഞാൻ കണ്ടു ഒരു സാധനം അവിടെ തൂങ്ങി കിടക്കുന്നു. പാടുമ്പോ വലിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ബട്ട് അർജുൻ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്തു കേട്ടോ. താങ്ക് യു സാർ. ദാറ്റ്സ് എ വെരി ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. താങ്ക് യു സാർ. அர்ஜு, പറയൂ. இந்த பாட்டோட ஜட்ஜ்மெண்ட் முடியும் வரை நீ தமிழ்ல பேசுடா. ஓகே கண்டிப்பா. ஓகே பார்க்கலாம். எம்ஜி சார். அர்ஜுன் சொல்லுங்க சார். சூப்பரா பாடி இருக்கு. താങ്ക് യു സാർ. സൂപ്പർ, ரொம்ப സൂപ്പറാ പാടി ഇருக்கு. താങ്ക് യു സാർ. എനിക്കൊരു ടെൻഷൻ ഒറ്റ കാര്യത്തിലുണ്ടായിരുന്നുണ്ട്. കാരണം ഈ ഇന്നിയർ പോകുമ്പോഴത്തേക്ക് മോന്റെ ശ്രുതി പോകുമോ എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായി. പക്ഷെ ഒന്നും പോയില്ല. താങ്ക് യു സാർ. നല്ല പവർഫുൾ ആയിരുന്നു പാടിയത്. എനിക്ക് തോന്നുന്നു മലയാളത്തിനെക്കാട്ടില് പിന്നെ വഴങ്ങുന്നത് തമിഴാണെന്ന് തോന്നുന്നു. ആ സാർ വീട്ടിൽ തമിഴ് സംസാരിക്കുക. കാര്യം കാരണം നല്ല ത്രോ ആയിരുന്നു പാടുമ്പോഴും. ഒരു നമ്മളെപ്പോഴും ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ആ പാടുന്ന ഗായകന് ഒരു ഈസിനെസ് ഉണ്ടോ ഇല്ലയോ എന്ന്. ചിലപ്പോൾ ഒരു പിടുത്തം കാണും. ഇത് അങ്ങനൊന്നുമില്ല, ജസ്റ്റ് എടുത്ത് എറിഞ്ഞ് താങ്ക് യു സാർ. സ്പ്രിഞ്ചി താങ്ക് യു സാർ. ഒരു ട്രിപ്പിൾ സ്പ്രിഞ്ച്. താങ്ക് യു സാർ. മാത്രമല്ല കൂടെ നിന്ന് എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടായിരുന്നു. ബാക്കി എല്ലാം കൊണ്ടും കൊള്ളായിരുന്നു. അപ്പോൾ നന്നായിരുന്നു. വെരി ഗുഡ്, വെരി Thank you. ഗുഡ്. ഇത് ആരാ സെലക്ട് ചെയ്ത? മോൻ തന്നെയാണോ അതോ? ആ സാർ ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. ஏய் தமிழ்ல பேசுடா. நான் தான் சார் செலக்ட் பண்ணேன். நீங்க தானே செலக்ட் பண்ணது? ஆமா சார். அது எதுக்கு இந்த சாங் எடுத்தது? பெர்ஃபார்மன்ஸ் ரவுண்டான காரணம். சரி, பெர்ஃபார்மன்ஸ்க்கு வேற சாங்ஸ் இருக்கே. இல்ல சார் எனக்கு இந்த பாட்டு ரொம்ப பிடிக்கும். அதனால அது என்ன விஷயம்? அதெல்லாம் கல்யாண விஷயம் சார். அதனாலதான். அதுக்கு அங்க வா. கல்யாணம் பண்ணதுக்கு ஆசை இருக்கா? ஆசை இருக்குமே சார் யாருக்கு. ஓ, இப்ப எவ்வளவு வயசு எவ்வளவு ஆச்சு? ആശയമുള്ളത് അതേ ഉള്ളൂ. வயசு எவ்வளவு ஆச்சு சார்? ஆனா வயசு கம்மி தான். 22. 22. அதுலயே பண்ணலாமே. இல்ல சார் அது வேணாம். இல்ல அம்மா சொல்லிருக்காங்க ஆமா செட்டில் ஆனதுக்கு இல்ல அப்புறம் இவர் இப்ப சொல்லியாச்சு அவருக்கு ஆசை இருக்குன்னு சொல்லி. ஆமா ஆசை இருக்குமே ஆசை சார். இருந்துட்டு காரியம் இல்ல. ஆசை இந்த வயசுல இருக்கலாமா? தோஷை மட்டும் தான் இருக்கு இப்போ. இல்ல ஆசை இந்த வயசுல இருக்கலாமா? இருக்கலாமே சார். இல்ல அது கூடாது. ரொம்ப அது தப்பு. கூடாது, அது தப்புயா. தப்பாப்பா. ஐயோ சாரி. 22 வயசுல இந்த மாதிரி கல்யாணம் பண்ணணும்னு ஆசை இருந்தா கல்யாணம் எப்படி ஆகும்போது பாட பண்ணா முடியும்? போதும். கல்யாணம் ஆசை இருக்கு. ஆனா 27 வயசு ஆனதுக்கு அப்புறம் தான் கல்யாணம் பண்ணுவேன் நான். ஓஹோ. ஆமா. அப்ப அந்த ஆசையை கொஞ்சம் ஓரம் கட்டி வை. എന്നിട്ട് ദോശ சாப்பிடு. ஆமா கண்டிப்பா சார். நன்றி. சரி, நன்றி, வணக்கம். நன்றி Thank சார். you sir. சரத் சார். அர்ஜுனா சார்
നല്ല പാട്ട്, നല്ലൊരു ഗും സെലക്ഷൻ, ഒരു ഡൗട്ടും ഇല്ല. ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ എല്ലാ ഗാനമേള സദസ്സുകളിലും ഇപ്പോഴും വെച്ച് സ്പ്രിഞ്ചിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണിത് കേട്ടോ. കാര്യം എപ്പോഴും ആളുകൾക്ക് ഒരു ഗുമ്മാണിത് കേൾക്കുന്നത്. നന്നായിട്ട് പാടി. അല്ല, നീ തമിഴ് സംസാരിച്ചിട്ട് ചില വാക്കുകളൊക്കെ മലയാളം പോലെ ഇരിക്കുന്നു, അതും ശരിയായിക്കൊള്ള. ഓക്കെ സാർ. കേട്ടോ. പിന്നെ അത് താണ്ട മൂണ് മുടിച്ച്, അത് മൂണ് മുടിച്ച്, പിന്നെ വേറെ ഏതാണ്ടൊക്കെയാ പാടുന്നത്. മൂണ് ഇത് സാമി പൊട്ട മുടിച്ച് അത് താണ്ടാ മൂന്ന് മുടിച്ച് മൂന്ന് മുടിച്ച്. ഇതൊക്കെ ഞാൻ പറഞ്ഞ മലയാളം പോലെ ഒരു നിന്ന് മൂന്ന് മുടിച്ച് മൂന്ന് മുടിച്ച് മൂന്ന് മുടിച്ച് എന്ന് പറയാം. മൂന്ന് മുടിച്ച് മൂന്ന് തുമ്മിയത് പോലെ മൂന്ന് മുടിച്ച്. എടേ ചെക്ക, അതുപോലെ താലി കെട്ട അത് കൃത്യം ആ ലയത്തില് വേണ്ടേ? വേണം സാർ. അവിടെ നീ കുറച്ച് ആടിപ്പോയാല് പാട്ടിന്റെ ഒരു ഹുക്ക് ഏരിയ അല്ലേ അത്? അപ്പൊ അത് കൃത്യമാവണ്ടേ? ശരിയാണ് സാർ. ஐயா ஜான் அவர்களே, உங்க சமாச்சாரத்தை கொஞ்சம் தட்டி காட்டு. 1 2 3 ஸ்டார்ட். தாலி கட்டவும் மேளம் கொட்டவும் நேரம் வந்துடுச்சு. ஊரு உலகம் சேர்ந்து எனக்கு மாலை தந்துடுச்சு. அடமா ഒന്ന് ഓടിപ്പോയി. 1 2 ഇത് എംജിആറിന്റെ പറഞ്ഞ പോലെ ആണെന്ന് തോന്നുന്നു. താലി കെട്ടാൻ നിനക്ക് വല്ലാത്ത ആഗ്രഹമാണ്, അതിന്റെ മരണപ്പാച്ചിലായത്. 1 2 3 4. தாலி கட்டவும் மேளம் கொட்டவும் நேரம் வந்துடுச்சு. ஊரு உலகம் சேர்ந்து எனக்கு மாலை தந்துடுச்சு. அடமாமா ஆமா இது சாமி பொட்ட முடிச்சு அது தாண்டா ஒண்ணு முடிச்சு. മതിയടാ, ഞാനിപ്പോ വികാരം കയറി ഡാൻസ് ചെയ്തു. ബാക്കിയൊക്കെ നന്നായിരുന്നു. ചരണം എന്താണ്? പന്നപുരം പോനതില്ല. ഈ പന്നപുരം എന്നുള്ള സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? സത്യമാ എനിക്ക് தெரியாது. നമ്മ രാജാ സാറോടെ ഊര് പിറന്ന ഊര് പന്നൈപുരം കേട്ടോ. അത് ഗംഗാവര സാറല്ലേ എഴുതിയേക്കുന്നത്. അപ്പൊ അവരൊക്കെ അദ്ദേഹത്തിന്റെ ചേട്ടനല്ലേ രാജാ സാർ, അപ്പൊ അതുകൊണ്ടാണ് അത് എഴുതിയേക്കുന്നത് പന്നൈപുരം. ഓക്കെ സാർ. അങ്ങനൊരു കുഗ്രാമത്തിൽ നിന്ന് വന്ന ആളാണ് ഇന്ന് സിംഫണി എഴുതി സംഗീതത്തിന്റെ അങ്ങ് കൊടിമുടിയിലിരിക്കുന്നത്. അത് നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരേ ഒരു ഹാർമോണിയം എടുത്തുകൊണ്ട് വന്ന് അവിടെ വന്ന് പലതിനും വായിച്ച് സംഗീതം പഠിച്ച് ക്ലാസിക്കൽ മ്യൂസിക് പോയി പഠിച്ച് അത് കാര്യം അങ്ങനെ ഒരാളാണ് രാജാ സാർ. അപ്പോൾ രാജാ സാർ ഞങ്ങളുടെ പ്രണാംസ്. അപ്പോൾ ചക്കരെ தேங்க்யூ சார். மஞ்சரி சேச்சி. அர்ஜுன் மேம், உங்க பாட்டு எனக்கு ரொம்ப பிடிச்சது. ஏன்? ரொம்ப அழகா பாடுனீங்க. முதல்ல நீங்க பாடுனீங்க அந்த சாங் நம்ம தண்ணி தொட்டி, அந்த ரேஞ்சுக்கு வந்தது இந்த பாட்டு. நன்றி மேம். நல்லா இருந்தது. இந்த வேட்டி சட்டை எல்லாம் சூப்பர். நன்றி மேம். நம்ம சூப்பர் ஆர்கெஸ்ட்ரா பின்னிட்டீங்க, கலக்கிட்டீங்க. அப்புறம் நம்ம டான்சர்ஸ் ஆக்டர்ஸ் எல்லாருமே சூப்பர், வேற லெவல். நம்ம பார்வதி அங்கே இருந்து ஆச்சரியப்பட்டான், என்ன அழகா பாடுறேன் அவ்வளோ இல்ல. ஆமா 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 ஆமா. ஆனா உங்களுக்கு ஆசை ஆசை இப்பொழுது பேராசை இப்பொழுது ஆசை தீரும் காலம் எப்பொழுது? எப்போ ஆசை தீரும்? கல்யாணம் முடிச்சா தீரும். ഇവന് സൂപ്പർ സ്റ്റാറിൽ പാടണമെന്നൊന്നുമില്ല. എങ്ങനെങ്കിലും കല്യാണം ஒரு பொண்ணை கட்டிக்கணும், அதுதான். அதனாலதான் அந்த கெரட்டின் ஹேர் ஸ்டைல் எல்லாம் பண்ணி வந்திருக்கேன் இல்ல. ஸ்பெஷலி அர்ஜுன், அந்த லைன் இல்லையா, மாமாவும் பொண்ணை கொடு, அந்த லைன் எப்போ வரும்போதும் நீங்க சூப்பரா பாடுறீங்க. அத உள்ளல தட்டி வருது அந்த லைன், அந்த எக்ஸ்பிரஷன். அம்மா அம்மா ஆஹா, அது ஒரு வாட்டி பாடு. மாமாவும் பொண்ணக்கோடு. ஒன் மோர். அட ஆமா சொல்லி போடு. எக்ஸ்பிரஷன் எல்லாம் சூப்பரா இருந்தது. Thank you. அவ அந்த லெவலுக்கு வந்துட்டீங்க, அந்த தண்ணி தொட்டி லெவல். இனி அப்படியே போட்டும். கீப் இட் அப். God bless you. Thank you. Thank you சேச்சி. ஓகே, மார்க்ஸ் கேட்கலாம். ஆமா, ஷானிகா. അർജുൻ Sir. 9.1. Thank you sir. ശരത് സാർ. മാർക്ക് കേളടി കൺമണി. മാർക്ക് சொல்லு சார். നമ്മുടെ അർജുന്
9.2. ചേച്ചി எனக்கு இந்த பெர்ஃபார்மன்ஸ் ரொம்ப 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 பிடிச்சது. உங்க ஆக்டர்ஸ் எல்லாருமே நல்லா இருந்தது. அதனால 9.3. താങ്ക് യു ചേച്ചി. MD സാർ പറഞ്ഞല്ലോ ഞാൻ. പുള്ളേ ദോശപ്പിള്ളേ சொல்லுங்க சார். ഇരിക്കട്ടെ ഉനക്ക് நன்றி சார். ഒരു 10.9. இந்த பாட்டு. ഓക്കെ സോ ടോട്ടൽ 27.6. സൂപ്പർ. നമ്മുടെ സ്നേഹമോൾ. ഓക്കെ സോ സ്നേഹമുള്ള വെൽക്കം. സ്നേഹമോൾ. അതെ, സ്നേഹമുള്ള സ്നേഹമോൾ. बात में दबा के चली आई, खुल जाए वो ही बात तो दुहाई है दुहाई। होठों में ऐसी बात में दबा के चली आई, खुल जाए वो ही बात तो दुहाई है दुहाई। हारे हाँ बात जिसमें प्यार तो है जहर भी है हाय। होठों में ऐसी बात में दबा के चली आई, खुल जाए वो ही बात तो दुहाई है दुहाई। रात काली नागन सी हुई है जवान, रात काली नागन सी हुई है जवान। हाय दैया किसको डसेगा ये समा, हाय दैया किसको डसेगा ये समा। जो देखो पीछे मुड़ के तो पग में पायल तड़पे, आगे चलो तो धड़कती है सारी अंगनाएं। होठों में हाय होठों में ऐसी बात में दबा के चली आई, खुल जाए वो ही बात तो दुहाई है दुहाई। हारे हाँ बात जिसमें प्यार तो है जहर भी है हाय। होठों में ऐसी बात में दबा के चली आई, खुल जाए वो ही बात तो दुहाई है दुहाई।
चली आए खुल जाए वो ही बात तो दुहाई है दुहाई हारे हाँ बात जिसमें प्यार तो है जहर भी है हाय होठों में ऐसी बात मैं दबा के चली आए खुल जाए वो ही बात तो दुहाई है दुहाई എന്റെ മന്ത്രിയായി കടന്നുകൂടി പരിചാരകയെ കൂട്ടുപിടിച്ച് കവർച്ച നടത്തി രക്ഷപ്പെടാമെന്ന് കരുതിയോ? പട്ടപ്പൊരുതിയും യുദ്ധങ്ങൾ ജയിച്ചും കെട്ടിപ്പടുത്തതാണ് എന്റെ ഈ സാമ്രാജ്യം. നിന്റെ ചെപ്പടി വിദ്യകളിലോ ഇവളുടെ നാട്യങ്ങളിലോ ഞാൻ മയങ്ങിപ്പോകുമെന്ന് കരുതിയോ? ആരെവിടെ? മരണം വരെ തുറകിലടക്കൂ ഈ വിഡ്ഢികളെ. നൈസ് നൈസ് നൈസ്. സ്നേഹ ചേച്ചി അടിപൊളിയായിരുന്നു കേട്ടോ. വിഷ്വലി കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് ആരൊക്കെയാ? കുറെ പുതിയ ആൾക്കാരെ നമുക്ക് കാണാലോ. എന്റെ അമ്മയുടെ അപ്പച്ചിയുടെ മോളുടെ മോൾ. ഓ കുറച്ച് അടുത്തുള്ള ബന്ധം പറയൂ. വെരി ലോങ് വേ. സെക്കൻഡ് കസിൻ. എന്റെ പേര് നവമി ബിജു, കോട്ടയത്തുനിന്ന് വരുന്നു. എന്താ ചെയ്യുന്നേ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഇപ്പൊ ഒരു എൻട്രൻസ് എക്സാം കഴിഞ്ഞ് അഡ്മിഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ. ഇനി അടുത്ത ആള്. എന്റെ പേര് ഹരിത, ഞാനും കോട്ടയത്തു നിന്നാണ് വരുന്നത്. ആള് കസിനാണോ? അല്ല, നവമിയുടെ ഫ്രണ്ട്. ഓക്കെ. ശരി. ഇനി അടുത്തത് രാജാവേ. പണിയായുധങ്ങളായിരുന്നു രാജാവേ. എന്റെ പേര് അനന്തു. എന്റെ പേര് അഫ്സൽ. ഇവര് എന്റെ വേറൊരു കസിന്റെ ഫ്രണ്ട്സ്. ഓ ഓക്കെ. കസിൻസ് മയാണ് ഇവിടെ. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് സ്നേഹനെ സപ്പോർട്ട് ചെയ്തില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ, ചോദിക്കാം. മഞ്ജരി ചേച്ചി. സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു മാം. എന്തായാലും അതിന്റെ ഇടയിൽ വന്ന് സ്നേഹ ഇതുവരെ ചെയ്യാത്ത സംഭവങ്ങളാണ് ഈ ഡാൻസ് ഒക്കെ. അതെ. ഓ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ഒപ്പിച്ചു അല്ലേ? ടെൻഷൻ ആയിരുന്നു അല്ലേ? പാടുന്നതിനേക്കാൾ കൂടുതൽ ഈ ആക്ട് ആയിരുന്നു ടെൻഷൻ എന്ന് എനിക്ക് തോന്നിയത്. പക്ഷെ രസമായിരുന്നു മോളെ കാണാനും എല്ലാം. ത്രൂ ഔട്ട് നല്ലൊരു രസമുള്ള ഒരു ആക്ട് ആയിരുന്നു. നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മോള് പാടിയതിലും മോളുടെ വോയിസിൽ തന്നെ ഓൾറെഡി ഒരു മാജിക് ഉണ്ട്. അത് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു ശബ്ദമാണ്. അപ്പം അതിൽ തന്നെ പകുതി അങ്ങ് മാറി. നല്ലൊരു വോയിസാണ്. പിന്നെ ഡിക്ഷൻ ആയാലും വലിയ തരക്കേടില്ലാണ്ട് അങ്ങ് പോയി. എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ ആ പല്ലവിയിൽ മാത്രം ആ തുടക്കം ഫസ്റ്റ് പല്ലവിയിലാണ് എനിക്ക് കുറച്ചൊരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ തോന്നിയത്. അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇല്ലേ, ഹോഠോ മേ ऐसी बात, അത് മാത്രം ഒന്ന് പാടൂ. होठों में ऐसी बात. ഹോഠോ മേ ऐसी बात. അതിനൊരു ബേസ് കൊടുത്തിട്ടുണ്ട് അവർ പാടുമ്പോൾ. ആ എക്സ്പ്രഷൻ ഇങ്ങനെ വരുന്ന പോലെ ഒരു ഫീലാണത്. അത് എക്സ്പ്രഷൻസ് കുറച്ചുകൂടെ പഠിക്കാം കേട്ടോ. വളരെ ഇറ്റ് വിൽ ബി നൈസ്. നല്ല വോയിസ് അല്ലേ? അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു കോമ്പോസിഷൻ എടുത്ത് കൊണ്ടുവന്നതിൽ വലിയൊരു കയ്യടി. ഇത് ആക്ച്വലി ഇതൊരു ഡാൻസ് പാട്ടാണ്. അതിൽ അവർ ആ ഹോഠോ മേ ऐसी बात मैं दबा के चली आई, അത് ഭയങ്കര ആ ഡാൻസ് നല്ല രസമാണ് അത് കാണാൻ. അല്ലേ? പെപ്പിയാണ്. കുറച്ച് ഒരു എനർജി ആവാമായിരുന്നു മോളെ സിംഗിങ്ങിൽ. കുറച്ചൊരു ഉഷാറാവാമായിരുന്നു. അല്ലാതെ യു സാങ് വെൽ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. സ്നേഹ നന്നായിട്ട് പാടി. സ്നേഹ നല്ല രസമുണ്ടായിരുന്നു. സ്നേഹയുടെ റോൾ എന്തായിരുന്നു? രാജാവിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു ദൗത്യം. അല്ല, ഞാനും ആ കള്ളനും കൂടെ കുറെ കാര്യങ്ങളെല്ലാം അടിച്ചു മാറ്റി. അതേ ഉള്ളൂ. ക്രൗൺ ആണ് ആയിരുന്നു ലക്ഷ്യം. പക്ഷെ അതൊരു തുണി കൊണ്ടുള്ള ക്രൗൺ ആയിരുന്നില്ലേ? അതിന്റെ പുറത്തുള്ള ആ ജെംസ് അതെടുക്കണം. ഇതെല്ലാം അടിച്ചു മാറ്റി അമേരിക്ക പോയി സുഖമായിട്ട് ജീവിക്കും. ആ ജെംസ് കൊണ്ടുപോയിട്ട് അണ്ണൻ പറഞ്ഞ കടയിൽ പോയി ടെസ്റ്റ് ചെയ്യണം ക്വാളിറ്റി. തൊട്ടവിടെ ചോപ്പ് കത്തും. അയ്യോ ദൈവമേ. അപ്പൊ സ്നേഹ നന്നായിരുന്നു. എനിക്ക് ഇഷ്ടമായി പാടിയത് കേട്ടോ. അതേ ഉള്ളൂ. പിന്നെ യശിന്റെ ആ ഹേ പാടി കൃത്യശ്രുതിയിൽ വന്ന് പിന്നെ അത് വണ്ടർഫുൾ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എനിക്കിഷ്ടമായി സ്നേഹ. താങ്ക് യു സർ. ഷാനിക്ക. സ്നേഹ നന്നായിരുന്നു മോളെ. ഈ പറഞ്ഞ പോലെ ആ ഒരു ഹോൾ ആക്ട് പെർഫോമൻസ് റൗണ്ട് ആണല്ലോ. എനിക്ക് ആകെ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ പെർഫോമൻസ് കുറച്ചുകൂടി ആവാമായിരുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബേസിക്കലി പ്ലാനിങ് പരിപാടി ഉണ്ടല്ലോ, അതിന്റെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു സംഭവം കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നി. ബാക്കി ഒരുവിധ ആക്ടിവിറ്റീസ് ഒക്കെ സ്നേഹ ചെയ്തിട്ടുണ്ട്. ഡാൻസ് ചെയ്തു, പുറകില് മറ്റേ ഡിസ്കഷൻ കള്ളനുമായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള
ഒരു കാരണം എന്താ വെച്ചാൽ പാട്ട് പാടുന്ന സമയത്ത് ഇൻഡിവിജ്വലായിട്ട് നിന്നിട്ട് പാടുകയാണല്ലോ ചെയ്യുന്നത്. അതിൻ്റെയും കൂടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു ചെറിയൊരു അഭിപ്രായം. പിന്നെ സ്നേഹ മറ്റേ ഗ്ലാസ് എടുത്തിട്ട് എന്ത് ചെവിയുടെ അടുത്ത് വെച്ചിട്ട് എന്താണോ ചെയ്യുന്നത്? അത് മറ്റേ പൊടി ഇട്ടതാണ്, എന്താണത്? ഓ എന്റെ പൊന്നമോൾ, അതൊക്കെ കാണിച്ചോണ്ട് ഇട് കേട്ടാ. ഇതൊക്കെ എഴുതി കാണിക്കേണ്ടി വരും. ഇതെല്ലാം എഴുതി കാണിക്കേണ്ടി വരും. എന്നിട്ട് അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയാം? ഇത് രണ്ടും, അത് ഒരു കയ്യിൽ മൈക്ക് ഒരു കയ്യിൽ ഗ്ലാസ്, അവൾ നേരെ കൊണ്ടുപോയിട്ട് രാജാവിന് മൈക്ക് കൊടുക്കുന്നു. മൈക്ക് കുടിച്ചോളാം. പിന്നെ സ്നേഹ ഡിക്ഷൻ നന്നായിരുന്നു കേട്ടോ, ആ ഹോട്ടവും എല്ലാം ഒട്ടുമിക്ക ഒരു 98% മോള് കൃത്യമായിട്ട് തന്നെ ഒപ്പിച്ചിട്ടുണ്ട്. വെരി ഗുഡ് ജോബ്. പെർഫോമൻസ് റൗണ്ടിൽ കലക്കി. ഓൾ ദ ബെസ്റ്റ്. MG sir. കിടു നന്നായിരുന്നു കേട്ടോ. കാരണം ആദ്യം വന്ന് ഡാൻസ് ചെയ്തു, അതിനുശേഷം കൊണ്ടുവച്ച് പൂ കൊടുത്തു, പിന്നെ മൈക്ക് എടുത്തു. അപ്പം ഞാൻ പെട്ടെന്ന് യാഷ് പാടുമ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ കൊച്ചിൻ്റെ മൈക്കില്ലല്ലോ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് വരുമോ, പാട്ട് വരുമോ, മൈക്ക് ഇനി എവിടെ പോവും? പക്ഷെ എല്ലാം ടൈമിങ് എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. എടുത്ത് പിന്നെ പാടിയത് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഒരു മോടെ സൗണ്ടിനൊരു പ്രത്യേക ഒരു ടെക്സ്ചറുണ്ട്. അതിൽ കേൾക്കുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു സുഖമാണ്. എസ്പെഷ്യലി ഹിന്ദി സോങ് കേട്ടപ്പോഴത്തേക്ക് അതിന് പ്രത്യേകിച്ചൊരു കുറച്ചുകൂടെ ഒരു സുഖം തോന്നി. നന്നായിരുന്നു കേട്ടോ, നല്ല രസമായിട്ട് പാടി. ഹോഷ് ആലു എന്നുള്ളിടത്ത് കുറച്ച് ലെങ്തി ആയിട്ട് പിടിച്ച് നിർത്തുന്നിടത്ത് മാത്രം ഒരു ശ്രുതിയുടെ ഒരു ശകലം, എന്നാലും ബാക്കി എല്ലാം വളരെ നന്നായിരുന്നു. ഡാൻസേഴ്സ് എസ്പെഷ്യലി അവർ നന്നായിട്ട് ത്രൂ ഔട്ട് ഡാൻസ് ചെയ്യായിരുന്നു, നല്ല എനർജി ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒന്ന് എഴുതി കാണിച്ചാൽ നന്നായിരിക്കും. കാരണം എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഇതായിരുന്നല്ലേ എന്ന് മനസ്സിലാവും. ഓക്കെ, കുഴപ്പമില്ല. എന്നാലും പിന്നെ വേറൊരു കാര്യം കൂടെ, നമ്മൾ ആദ്യമേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, എന്തെങ്കിലും കൂടെ കുറച്ചൊക്കെ തുണിയൊക്കെ എടുത്ത് വെച്ച് കെട്ടി ഒരു ഫുൾ സ്ലീവ്സ് ആക്കിയിരുന്നെങ്കിൽ നമുക്കൊരു ഇത്തിരിയോ തടിയൊക്കെ തോന്നിയേന്. രാജാവ് നന്നായിട്ടൊക്കെ ചെയ്തു, അവസാനം വാളൊക്കെ എടുത്തിട്ട് കള്ളനെയൊക്കെ പിടിച്ചു. കാരണം രാജാവ് പറയുന്നുണ്ട് പട നയിച്ചുണ്ടാക്കിയ കൊട്ടാരമാണെന്ന് പറയുന്നത്. ആ പട നയിക്കുന്ന ഒരു രാജാവ്. അതെ, ഇത് പട പോയിട്ട് പപ്പടം പോലും നയിക്കാത്ത ഒരു രാജാവ്. എന്തായാലും ടോട്ടൽ അതൊന്നും അല്ല പ്രശ്നം. മോടെ പാട്ട് നന്നായിരുന്നു കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്നേഹ 9.1. സ്നേഹ 9.1 മാർക്സ്. ചേച്ചി സ്നേഹ 9.2 മാർക്സ്. 19.1. ഓക്കെ, സോ ടോട്ടൽ 27.4. ഓക്കേടാ. അടുത്തതായി നമ്മൾ ലയം ചാലഞ്ച് റൗണ്ടിലേക്കാണ് പോകുന്നത്. പാടാൻ വരുന്നു ശിവാനി. ഇന്ദേ കണ്ണനു കറുപ്പു നിറം, ഇന്ദേ കണ്ണനു കറുപ്പു നിറം, ഇന്ദേ കണ്ണനിത്ര കറുപ്പു നിറം, കാളിന്തിയിൽ കുളിച്ചതിനാലോ കാളിയനെ കൊന്നതിനാ കറുപ്പു നിറം. രാധയപ്പോൾ മറുപടിയോതേ ഗോവർദ്ധനം രാധയപ്പോൾ മറുപടിയോതേ ഗോവർദ്ധനം പണ്ട് തൃക്കൈയിലേന്തുമ്പോൾ കരിമുകിൽ പുണർന്നു വിന്ന്. 16
കൊണ്ടിന്ന് അനുരാഗ കുശുമ്പ് കൊണ്ടിന്ന് എന്തേ കണ്ണനിത്ര കറുപ്പു നിറം കാളിന്തിയ കുളിച്ചതിനാലോ കാളിയനെ കൊന്നതിനാലോ ശ്യാമരാധേ ചൊല്ലു നിൻ ചുടു ചുംബനമേറ്റതിനാലോ എന്തേ കണ്ണനു കറുപ്പു നിറം ഗുരുവായൂർ കണ്ണൻ മറുവാക്കിലോതി കുറുരമ്മ പണ്ടെന്നെ കലത്തിലടച്ചപ്പോ കരിമുകിൽ പുണർന്നുവെന്ന് ഗുരുവായൂർ കണ്ണൻ മറുവാക്കിലോതി കുറുരമ്മ പണ്ടെന്നെ കലത്തിലടച്ചപ്പോൾ വാത്സല്യക്കാരി പൂരണ്ടെന്ന് എന്നാലും എന്റെ നിറത്തിന് 1000 അഴകുണ്ടെന്ന് 1000 അഴകുണ്ടെന്ന് എന്തേ കണ്ണനു കറുപ്പു നിറം എന്തേ കണ്ണനിത്ര കറുപ്പു നിറം കാളിന്തിയിൽ കുളിച്ചതിനാലോ കാളിയനെ കൊന്നതിനാലോ ശ്യാമരാധേ ചൊല്ലു നിൻ ചുടു ചുംബനമേറ്റതിനാലോ എന്തേ കണ്ണനു കറുപ്പു നിറം ഗംഭീരം ഗംഭീരമായിട്ട് കണ്ണനു കറുപ്പു നിറം എന്തേ കണ്ണനിത്ര കറുപ്പു നിറം കാളിന്തിയിൽ കുളിച്ചതിനാലോ. എന്താ പ്രതീക്ഷിച്ചില്ലേ വീഴുന്ന്? ഓർക്കസ്ട്രയ്ക്ക് വന്നില്ലായിരുന്നു. നോക്കിയപ്പോ ഒറ്റ വന്നില്ല, തവണ വന്നില്ല. ഇപ്പൊ വന്നു. അതൊരു അത്ഭുതമാണ് ശിവാനി. അത്ഭുതമാണ് ശിവാനി. കാരണം ശിവാനി ശിവാനി പോയായിരുന്നു, താളത്തിലല്ലായിരുന്നു, താളത്തിലല്ലായിരുന്നു. അവസാനമായപ്പോ ദാ വന്ന് നിൽക്കുന്നു നമ്മുടെ കൺമുന്നിൽ. അത്ഭുതം. വെരി ഗുഡ് വെരി ഗുഡ്. ഞങ്ങൾക്ക് ഈ ശിവാനിനെ പറ്റില്ല. ഫുൾ ഓണായിട്ട് പിന്നല്ലാതെ ശരത്താന്റെ 2 ചീത്തയൊക്കെ കേട്ടിട്ട് നിനക്കിവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നീയാണ് ഇവിടെ ഏറ്റവും നന്നായിട്ട് പ്രേതത്തിന്റെ ചിരി ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചിരിപ്പിക്കാനുള്ളതാ. വരുന്നതിന് മുമ്പ് ഒരു ചിരി. അതെ, നമുക്ക് ചോദിക്കാം. MG സാർ. ശിവാനി കുട്ടി സർ, സൂപ്പറായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഒരൊറ്റ ലൈൻ എന്തേ കണ്ണന് കറുപ്പ് നിറം, അത് 1 2 3 സ്ഥലത്ത് വന്നപ്പോഴും ഒരു ചെറിയൊരു സ്ലിപ്പ് വന്നു. ബട്ട് ടോട്ടലായിട്ട് നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ സെലക്ഷൻ. ആരാണെന്ന് അറിയാമല്ലോ? ജോൺസൺ മാഷ്. പിന്നെ എഴുതിയത് കൈതപ്രം സാറാണ്. ആ പാടിയത് ഞാൻ യേശുദാസ് അങ്കിളുടെ വേർഷൻ കേട്ടത്. ആ. ചേച്ചി ഡുവറ്റ് പാടിയിട്ടാണ്, മഞ്ജരി ചേച്ചി. ആ സിനിമ ഫോട്ടോഗ്രാഫർ. പിന്നെ എടുത്തൊരു കാര്യം പറയേണ്ടത്, മഞ്ജരിയുടെ ഒരു മഹാഭാഗ്യമാണ് കേട്ടോ. യെസ് സർ. കാരണം ജോൺസേട്ടൻ്റെയും അതുപോലെ തന്നെ കൈതപ്പുറത്തിൻ്റെയും ഇതിനകത്ത് ഒരു ഈ പാട്ട് പാടി. യെസ് സർ. കാരണം ഇത് ജോൺസേട്ടൻ്റെ ഒരു അവസാന അവസാന പടങ്ങളിൽ ഒരെണ്ണമായിരുന്നു. അത് യു ആർ വെരി ലക്കി ആൻഡ് യു സാങ് ഇറ്റ് എക്സലന്റ്. മഞ്ജരി അസാധ്യമായിട്ട് പാടിയിട്ടു. ദാസേട്ടൻ പിന്നെ പറയേണ്ട കാര്യമില്ല, നമ്മൾ ഒരിക്കലും ദാസേട്ടൻ പാടിയെന്നൊന്നും പറയരുത്. മോള് നന്നായിട്ട് പാടി. പിന്നെ ദൈവാധീനം, കാരണം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയെങ്കിലും വന്ന് ടക്കെന്ന് വന്ന് വീണു. അത് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. മോള് കയ്യിലൊക്കെ താളമൊക്കെ ഇടുന്നുണ്ട്, ആഞ്ഞൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അതല്ലായിരുന്നു, അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ നിന്നു. അത് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എങ്കിലും അത് ഭാഗ്യമായിട്ട് കരുതുക. നമ്മളെപ്പോഴും നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് കിട്ടും. മനസ്സിലായോ? അതിൻ്റെ ചിലപ്പം ഒരു ഉദാഹരണമായിരിക്കും ഇന്നിവിടെ ഈ വേദിയിൽ സംഭവിച്ചത്. എല്ലാം നല്ലതിന്.
നല്ല പാട്ട്, നന്നായിട്ട് പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി, MG സാർ പറഞ്ഞതുപോലെ മഹാഭാഗ്യം. കാരണം നമ്മൾ ഇവരുടെയൊക്കെ ശബ്ദത്തിൽ എത്രയോ പാട്ടുകൾ കേട്ടിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷനിൽ വന്നതായിട്ട്. അതെ. അപ്പം ജോൺസൺ മാസ്റ്ററിനെ ആദ്യം കാണാൻ ചെല്ലുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ലാലേട്ടന്റെ സ്റ്റുഡിയോയിലായിരുന്നു ഈ പാട്ട് റെക്കോർഡ് ചെയ്തത്. അപ്പം ജോൺസൺ മാഷുണ്ട്, ഞാനവിടെ എത്തി. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക, മാഷ ഉള്ളിൽ ഹാർമോണിയമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാട്ട് പഠിക്കാം. യെസ്. ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ജോൺസൺ മാഷ് പാടിക്കേട്ടു. കാരണം മാഷുടെ ഒരു പാടുന്ന ഒരു സ്റ്റൈൽ എപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം പാടുന്നതിൻ്റെ ഒരു ഭാവം ഒരു മനോഹരം ആണ്. അപ്പോൾ അതെനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന്, അപ്പോൾ എന്നുവെച്ചാൽ നമ്മുടെ പഴയകാല റെക്കോർഡിങ്സിൻ്റെ ഒക്കെ ഒരു അനുഭവം പോലെയാണ് കിട്ടിയത്. പാട്ട് പഠിപ്പിച്ചു തരുന്നു, ഒരു അരമണിക്കൂർ സമയം എഴുതാനും പഠിക്കാനും എല്ലാം. അത് കഴിഞ്ഞ് നേരെ റെക്കോർഡ് ചെയ്യാണ്. റെക്കോർഡിങ് തുടങ്ങി എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഞാൻ ചുമ്മാ പാടി, ഓക്കെ പാടാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പാടി. ഇത് പാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ഫിനിഷ്ഡ്, കഴിഞ്ഞു എന്ന് പറഞ്ഞു. സർ കഴിഞ്ഞു, ഞാൻ ഒന്നും കൂടെ പാടിക്കോട്ടെ? നോ 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 നോ, ഇത് പെർഫെക്റ്റ് ആണ്, ഇത് മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ദൈവമേ, ഞാൻ അറിഞ്ഞു പോലും ഇല്ല, ഒന്നും കൂടെ ഒന്ന്. ഇല്ലല്ല, എനിക്കിത് ഓക്കെ ആണെന്ന് പറഞ്ഞു. ഇതിൽ മോളെ ഞാൻ എൻ്റെ ആ ഓർമ്മയിലേക്കാണ് പോയത് ഈ പാട്ട് കൊണ്ടുവന്നപ്പം. ഞാൻ പാടിയതിൽ കുറച്ച് വ്യത്യാസം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ രീതിയിലും ഉണ്ട്. ഒന്ന് പാടുമോ ചേച്ചി? എന്തേ കണ്ണന് കറുപ്പ് നിറം, എന്തേ കണ്ണന് ഇത്ര കറുപ്പ് നിറം, കാളിന്തിയിൽ കുളിച്ചതിനാലോ, കാളിയനെ കൊന്നതിനാലോ, ശ്യാമരാധേ ചൊല്ലു നിൻ ചുടുചുംബനമേറ്റതിനാലോ, എന്തേ കണ്ണന് കറുപ്പ് നിറം. ഇതിൽ മോള് പാടിയതിനകത്ത് എനിക്ക് തോന്നിയത് കുറച്ച് സംഗതികളുടെ ഒരു ക്ലാരിറ്റി ആവാമായിരുന്നു. അപ്പോൾ ദാസങ്ങൾ പാടിയ എന്തേ കണ്ണന് കറുപ്പ് നിറം, എന്തേ കണ്ണനിത്ര കറുപ്പ് നിറം, കാളിന്തിയിൽ കുളിച്ചതിനാലോ, കാളിയനെ കൊന്നതിനാലോ ഒക്കെ കുറച്ചുകൂടെ ഒരു ക്ലിയർ ആവാമായിരുന്നു. എനിക്ക് ഒരുപാട് മോള് ശബ്ദം ഒതുക്കിയതുപോലെ തോന്നി. രാധയപ്പോൾ മറുപടിയോതി, രാധയപ്പോൾ മറുപടിയോതി, എല്ലാം കുറച്ച് ഓപ്പൺ സിംഗിങ് ആണ്. അപ്പം അത് ത്രൂ ഔട്ട് അവിടെ ഇവിടെയൊക്കെ മോള് ഒരുപാട് ഒതുക്കുന്നുണ്ട്. ശബ്ദം ഒതുക്കാതെ കുറച്ചുകൂടി ബോൾഡായിട്ടുള്ള ഒരു വോയിസ് ടെക്സ്ചർ കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാതെ നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു മോള്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിലെ ലയം പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദൗത്യം. അതെന്തായാലും പൂർത്തിയായി. ലാസ്റ്റ് എന്നാലും എൻ്റെ നിറത്തിന് 1000 അഴകുണ്ടെന്ന് പാടി വന്നപ്പോഴത്തേക്ക് താള ഗ്രിഡിൽ വീണു. പിന്നെ എന്തേ കണ്ണന്, അതിൻ്റെ ഇടയിൽ ഒരു വരി മറന്നു, കണ്ണടച്ച് പാടിപ്പോയി ചരണത്തില്. ഗുരുവായൂർ കണ്ണൻ മറുവാക്കിലോതി, കുറുരമ്മ പണ്ടെന്നെ കലത്തിലടച്ചപ്പോൾ. ആദ്യം പാടിയപ്പോ കരിമുകിൽ പുണർന്നതൊന്നും തന്നെ പാടിയത്. രണ്ടാമത് കറക്റ്റ് ചെയ്തപ്പോൾ ലിറിക്ക് ശരിയായി, വാത്സല്യ അത് വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി അവിടെ പെട്ടെന്ന്, പിന്നെ ശരിയായി. എന്നാൽ ഞങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം. അല്ലാതെ ലയം മാത്രമല്ല ശ്രദ്ധിക്കുന്നത്. ഓക്കെ മോളോ, എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു ചേച്ചി. ശരത് സാർ. ശിവാനി, നല്ല പാട്ട്, നന്നായിട്ട് പാടി. എനിക്ക് ആകെ തോന്നിയത് ഈ സംഗതികൾക്ക് കുറേയും കൂടെ ക്ലാരിറ്റി ആവാം കേട്ടോ. പ്രത്യേകിച്ച് ആ ബൃഹാകൾക്ക് ഒരു ക്ലാരിറ്റി വേണം, അത് മസ്റ്റായിട്ട് വേണം. 3rd ലൈൻ തൊട്ട് കാളിന്തിയിൽ തൊട്ട് അതൊന്ന് ശരിയാക്കാം. കുറച്ചും കൂടെ ക്ലാരിറ്റി ആകുമ്പോൾ നന്നാവും. പിന്നെ ആ അനുപല്ലവി കഴിഞ്ഞ് എന്തേ കണ്ണിന് കറുപ്പ് നിറം എന്നുള്ളതും സ്ലിപ്പായി പോയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതായിരുന്നു അത്ഭുതങ്ങളുടെ ഘോഷയാത്ര. നീ അവിടെ വന്ന് പാടുമ്പോഴേ ഈ കാതിൽ ഒറിജിനൽ ക്ലിക്കും കേട്ടിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ വേറെ കണ്ടം വഴിയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യും, ഇത് അവസാനം ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ ഏതാ സമമെന്ന്. ഇത് ഇവിടെ എങ്ങനെ വരും, ഏതാണ്ടൊക്കെ തുടക്കിട്ട് അടിയോട്ടടി അമ്മ അമ്മ താളമൊക്കെ പിടിച്ച് ഞാനും ഷാനും ഇങ്ങനെ ശ്വാസം മുട്ടിയിരിക്കും. പിന്നെ നോക്കിയപ്പോൾ അവസാനമായപ്പോൾ ഇതാ വന്നിരിക്കുന്നു കൂടെ കൃത്യമായിട്ട്. അത് പക്ഷേ ഞങ്ങളിൽ ഞെട്ടലുളവാക്കി. അതെ, കറങ്ങിത്തിരിഞ്ഞാണെങ്കിലും
4 കാലിൽ വന്ന് ലാൻഡ് ചെയ്തതിന് അതെ പ്രത്യേക കയ്യിൽ. ഒരു കാര്യത്തിന് ടെൻഷൻ ആവരുതടാ, കൂളായിട്ടിരിക്കുക. നല്ല പാട്ടുകാരിയാണ് ശിവാനി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. ശിവാനി സർ. അടിപൊളിയായിട്ട് പാടിമോളെ. താങ്ക് യു സർ. ഞാൻ ആകെ എഴുതിയത് കാളിന്തിൽ കുളിച്ചതിന് ആ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അത് ഇച്ചിരി കൂടെ ക്ലാരിറ്റി ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി, നമ്മുടെ ലയം, ശിവാനി, അത് എന്തൊരു അത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം അത് പോയതാണ് ശിവാനി. ഒന്ന് ഒരു പൊടിക്ക് ഏളിയാണ് ശിവാനി തുടങ്ങിയത് തന്നെ. ശിവാനി ഗ്ലൈഡ് ചെയ്ത് എങ്ങോട്ടൊക്കെയോ പോയി ആ ചരണത്തിൽ. ഞാൻ വിചാരിച്ചു ഓക്കെ തീരുമാനമായി. പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല മോളെ, എൻഡിൽ കൃത്യം അതിലേക്ക് വന്ന് വീണു. അത്ഭുതമാണത്. ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ കരം മോളുടെ തലയുടെ മേലുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പ്രേതത്തിന്റെ ചിരിയിലേക്ക് കടന്നാലോ? വെരി നൈസ്. തമാശ ചിരി അല്ലേ ഇത്, പ്രേതച്ചിരി. ചേച്ചി കാണിച്ചത് നീ കേട്ടില്ലായിരുന്നല്ലേ? ചേച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിള്, അപ്പൊ അവള് സെറ്റ് ആക്കി. നീയാണ് യഥാർത്ഥ പ്രേതം. ഓ വണ്ടർഫുള്ളാ. പ്രേതം വിത്ത് ISI മാർക്ക്. 916 മക്കളെ നീ എന്തിനാ കരഞ്ഞത്? ഹോൾമാർക്ക് മുദ്രയോടുകൂടി. അയ്യോ, ഞാൻ നോക്കുമ്പോ അവൾ അങ്ങ് പോയി. എടി ഒന്നുകൂടി ചിരിച്ചേ. ഓ ക്ഷീണിച്ച് നടുവോച്ചി പിടിച്ച് പ്രേതത്തിന്. വണ്ടർഫുൾ 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 ശിവാനി, വണ്ടർഫുൾ. സൂപ്പർ സൂപ്പർ. മറ്റൊരു അത്ഭുതം. അതെ, എന്തായാലും അടിപൊളിയായിരുന്നു ശിവാനി, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. മാർക്സിലേക്ക് പോകുന്നതിന് മുന്നേ ആ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചല്ലോ, ആരോട്? നിങ്ങൾക്ക് അങ്ങനെ ഉത്തരം ആനയുടെ. ഈ ആനയുടെ പോലത്തെ ചോദ്യം. ഓ, ഓക്കെ. അപ്പൊ അത് ഇൻസ്പയർ ആയിട്ട് അവൾക്ക് ചോദ്യം ചോദിക്കണം നമ്മൾ പറഞ്ഞു. അപ്പൊ ആ റിക്വസ്റ്റ് ഞാനിങ്ങ് എടുത്തിരുന്നു. അതിനെന്താ ഞാൻ ജഡ്ജസിനോട് പറയാം, ഞാൻ പറഞ്ഞ അവര് കേൾക്കും ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ റെഡി, എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് തത്തമ്മേനെ പോലെ അത്ര ലോ ക്ലാസ് അല്ല, കുറച്ച് ബുദ്ധി. എന്താ എങ്ങനെ? അല്ല ചോദിക്കട്ടെ. ഒരാന, ആ ആനയ്ക്ക് നമ്മൾ 11 പഴം കഴിക്കാൻ കൊടുത്തു. ഓക്കെ. പക്ഷേ ആന 10 പഴേ കഴിച്ചുള്ളൂ, ഒരെണ്ണം ബാക്കി വെച്ചു. എന്തുകൊണ്ടാ? വയററിഞ്ഞുകൊണ്ട്. സാറിന്റെ ഓപ്ഷൻ കഴിഞ്ഞു. ആ ഒരു പഴം പ്ലാസ്റ്റിക് പഴമായിരുന്നു. അതാണ് ശരിയായിരുന്നു. എനിക്ക് പറ്റത്തില്ല. നമ്മുടെ ഇതിലേക്ക് വന്ന താഴെ പോയെന്ന് അർത്ഥം. പൊക്കോ. ഞാനൊരു ചോദ്യം അങ്ങോട്ട്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങി ഓടുവണ്ണ. നിങ്ങൾ ഓടിക്കും. ആനയ്ക്ക് മരത്തിൽ കയറാൻ പറ്റില്ല. ഇല്ല. ഓക്കെ ആണല്ലോ. കറക്റ്റ്. പക്ഷെ ആന മരത്തിൽ കയറി, അതെങ്ങനെ? മറ്റേ തത്തമ്മ പോലെ വരച്ച് കയറ്റി താഴെ കിടക്കുന്ന മരത്തിൽ കയറിയതായിരിക്കും. താഴെ വീണ മരം. അല്ല, സ്വപ്നത്തിൽ കയറി. സ്വപ്നത്തില് ആരെങ്കിലും കയറി ആനയാ. കുഴിയാനയായിരുന്നു. ആന എടി, എലിഫന്റ്. ലോക്കലെ അവളുടെ ഒരു കുഴിയാന. യഥാർത്ഥ ആന. മഞ്ചരി എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു വരച്ചു വെച്ചതായിരിക്കും. വരച്ചു വെക്കാലോ, അപ്പം അല്ലെങ്കിൽ സ്വപ്നത്തിലും ആവാം. ആണി പൂക്കുറ്റി മഞ്ചരിക്ക്. എന്താ സ്വപ്നത്തിൽ? ആനയുടെ പടമാണ് കയറിയത്. അതെ, കടാ കടാ. ഈ അണ്ണനെ ആരാ ഇവിടെ വിളിച്ചോണ്ട് വന്നത്? ശരത് സാർ, MG സാർ, ഷാൻ, ഒരു ചോദ്യം. വട്ട ഇതിനൊക്കെ. ഉറുമ്പുകള് ഇങ്ങനെ ഒരു നൂലിന്റെ മേലെ കൂടി ഇങ്ങനെ നടക്കുക. ഒരു ഉറുമ്പ് നടന്നു, അതങ്ങ് പോയി. 2 ഉറുമ്പ് നടന്നു, അതങ്ങ് പോയി. രക്ഷപ്പെട്ടു പോയി. 3-ാമത്തെ ഉറുമ്പ് നടന്നു പോയപ്പോഴത്തേക്ക് ആ നൂല് മുറിഞ്ഞു പോയി. എങ്ങനെ? 3-ാമത്തെ ഉറുമ്പ് തടിയനായിരിക്കും. നെഹി. MG സാർ തോറ്റാ? 3-ാമത്തെ ഉറുമ്പ് നടന്നു ഞാൻ പറയും, സുല്ലെന്ന് പറ. ജഡ്ജസിന് ചാൻസ്. 3-ാമത്തെ ഉറുമ്പ് പോയപ്പോഴത്തേക്ക് നൂല് മുറിഞ്ഞു പോയി. അതിനെന്താ നിങ്ങൾക്കല്ല, നിങ്ങളല്ല. അതിനെന്താ കുഴപ്പം? അത് എന്തുകൊണ്ട് മുറിഞ്ഞെന്ന്? എന്തിനാ മുറിഞ്ഞത്? അല്ല, കട്ടുറുമ്പ്. അത് കട്ടുറുമ്പായിരുന്നു. സോ കട്ടായി പോയി നൂല്. ഓഹോ. എന്നാൽ അവസാന തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി. പേൻ. ആളാണ് കേട്ടോ. പറഞ്ഞോ? അവസാനിപ്പിക്കാൻ വേണ്ടി. അതല്ല, കഴിഞ്ഞോ ഇത്? ഇതോടുകൂടി ഇതിന്റെ തിരശ്ശീല വേണ്ടിയിരിക്കുന്നു. ഉത്തരം പറഞ്ഞു. വെരി ഗുഡ്.
കാരണം അതെ എനിക്ക് ഇത് ആരാ അവസാനിപ്പിക്കണം. പറഞ്ഞ ഗോവിന്ദ ഗോവിന്ദ് ഗുഡ്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഇനി ശരി, നമുക്ക് മാർക്ക്. പിന്നെ കേട്ടോ ശിവാനി ചേച്ചി ശിവാനി പെർഫോമൻസിന് 8.9. കണ്ണനു കറുപ്പു ശരത് സർ. ശിവാനി സാർ 8.9. കണ്ണനിത്ര കറുപ്പു ഷാനിക 9. താങ്ക് യു സാർ കാളിന്തി എന്തി സർ. വലിയ ആന മാർക്ക്. ഓക്കെ സർ ടോട്ടൽ 26.8. Superstar